ഈ ഡെവിൽ ഫ്രൂട്ട് സത്യത്തിൽ ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളാണോ അതോ ഏതെങ്കിലും സീ ഡെവിലുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡേഞ്ചറസ് കോൺട്രാക്ട് ആണോ ഇത്? ഡോക്ടർ വേഗപ്പങ്ക് പറയുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ എംബോഡിമെന്റ് ആണ് ഇതെന്ന്. മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ് ഒരു ഫ്രൂട്ടായി മാറുന്നത്. എവല്യൂഷന്റെ ഒരു അൺനാച്ചുറൽ വഴി കൂടെയാണിത്. ഇതിന്റെ പിന്നിലുള്ള സീക്രട്ടിനെ പറ്റി അറിയാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഡെവിൽ ഫ്രൂട്ട്സ് ആണ് ഉള്ളത്. പക്ഷേ ഇതിന് കുറച്ച് സബ് ക്ലാസിഫിക്കേഷനും ഉണ്ട്. ആദ്യതാണ് ലോജിയ ടൈപ്പ്. ഇതിൽ യൂസറിന് നാച്ചുറൽ എലമെന്റ്സിലായി മാറാൻ കഴിയും. രണ്ടാമത്തെയാണ് സോവൻ ടൈപ്പ്. ഇത് നിങ്ങൾക്ക് മൃഗങ്ങൾ അല്ലെങ്കിൽ മിത്തിക്കൽ ക്രിയേച്ചേഴ്സിന്റെ ഫോം തരും. ഇനി ലാസ്റ്റിലുള്ള പാരാമീഷ്യ ടൈപ്പ് നിങ്ങളുടെ ബോഡിയെ സൂപ്പർ ഹ്യൂമൻ പോലെ ആക്കും. ലൂഫിയുടെ എക്സാമ്പിൾ തന്നെ നോക്കിയേ, ഗൊമുഗോമുനോമി എന്ന് നമ്മൾ വിചാരിച്ച പാരാമീഷ്യ ടൈപ്പ് ഫ്രൂട്ട് സത്യത്തിൽ ഒരു മിത്തിക്കൽ സോവാൻ ആണ്, ഹിത്തോഹിത്തോനോമി. അതും മോഡൽ നീക്ക. ഇത് വെറും റബ്ബർ ബോഡി മാത്രമല്ല തരുന്നത്, എന്നാൽ യൂസറിന്റെ ഇമാജിനേഷനിൽ കൂടെ പോകുന്ന സൺ ഗോഡിന്റെ ശക്തി കൂടെയാണ് തരുന്നത്. ഈ ഡെവിൽ ഫ്രൂട്ട് ലൂഫി ഒരു വാരിയർ ഓഫ് ലിബറേഷനായി മാറ്റും. ഇവിടെ മറ്റൊരു കാര്യം നോക്കേണ്ടത്, എപ്പോഴൊക്കെ ഒരു ഡെവിൽ ഫ്രൂട്ട് യൂസർ മരിക്കുന്നുണ്ടോ അതിന്റെ പവേഴ്സ് എല്ലാം ഇല്ലാതാവുകയല്ല, എന്നാൽ അടുത്തുള്ള സാധാരണ ഫ്രൂട്ടിൽ പോയി അതിനെ ഒരു ഡെവിൽ ഫ്രൂട്ട് ആയി മാറ്റും. പിന്നെ ഒരേ സമയത്ത് ഒരു ഡെവിൽ ഫ്രൂട്ട് പവർ ഉള്ള 2 യൂസേഴ്സും കാണില്ല, കാരണം ആ ഒരു പവർ ട്രാൻസ്ഫർ ആണ് ആകുന്നത്. സാബോയുടെ കേസിൽ അതാണ് നടന്നത്. ഇവിടെ നോക്കേണ്ട കാര്യം, ഡെവിൽ ഫ്രൂട്ട്സ് ഒരു അനുഗ്രഹമാണോ അതോ വർഷങ്ങൾ പഴയ ഒരു ശാപമാണോ? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഡെവിൽ ഫ്രൂട്ട് ഏതാണ്? കമന്റ്സിൽ എന്തായാലും ഷെയർ ചെയ്യുക.